ഭരണമാറ്റം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് എന്നുള്ളതാണ്. അതിന് ഇനി എത്രത്തോളം, അതായത് ഇവരുടെയൊക്കെ നിലപാടുകൾ എത്രത്തോളം, ഇതിനോടകം ഇപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ സൈന്യം പറയുന്നതും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ട്രംപ് പറഞ്ഞ എന്താ, എവിടെ കൃത്യമായിട്ടുണ്ടെന്നറിയാൻ ഞങ്ങൾ ഫിനിഷ് ചെയ്യും. ഇപ്പോൾ ഇതൊന്നും ചർച്ചയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ് എന്നുള്ളതാണ്. അവിടെ ഭരണമാറ്റം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, ഭരണമാറ്റം ഖമേനി മാറിയാൽ അത് അവർക്ക് കഴിയുന്നത് പോലെ ഒരു പാവ സർക്കാരിനെ സൃഷ്ടിക്കുവാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയുന്നൊരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ആലോചിച്ചു എത്ര പേരെ അവർ ഫിനിഷ് ചെയ്തു. അവരെത്രയോ ആളുകളെ കൊന്നൊടുക്കി. ഇതിനോടകം തന്നെ അവിടുത്തെ 3 ചീഫ് ഓഫ് സ്റ്റാഫിനെ വധിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻ്റലിജൻസ് മേധാവികളെ മുഴുവൻ അവർ വകവരുത്തി. എത്രയോ സൈന്യത്തിൻ്റെ തലവന്മാരെ കൊന്നൊടുക്കി, എത്രയോ സയൻറ്റിസ്റ്റുകളെ ഇല്ലാതാക്കി. എന്നിട്ടും അവിടെ ഖമേനിയെ നിലനിർത്തുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന ഇൻ്റലിജൻസ് സംവിധാനം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ട്. പക്ഷേ അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ട്, പക്ഷേ അത് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റിലൂടെ ആകരുത് എന്നൊരു നിശ്ചയദാർഢ്യം ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇടയ്ക്ക് വെച്ചൊരു വാർത്ത വൈറ്റ് ഹൗസിൽ ഞാൻ ഏതോ ഒരു അന്തർദേശീയ മാധ്യമത്തിൽ കണ്ടതാണ്. വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിനെതിരെ ഇറാനെതിരെ ഒരു പദ്ധതിയുമായി അവിടുത്തെ ചീഫ് ഓഫ് സ്റ്റാഫും ഒക്കെ അടങ്ങുന്ന സമിതി നമ്മുടെ ട്രംപിനെ സമീപിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഇപ്പോൾ ആക്രമിക്കേണ്ട ഇറാനെ എന്ന് ആണ്. അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഇതുവരെയെങ്കിലും വൈറ്റിനെതിരെ, അമേരിക്കക്കാരനെതിരെ ഒരു ബോംബ് ഇറാൻ ഇട്ടോ, എവിടെയെങ്കിലും ആക്രമിച്ചോ, നമ്മുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ ഖമേനി പ്രവർത്തിച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം നൽകിയത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു സഡനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എന്നൊരു ആലോചന വന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല അത് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഏറെക്കുറെ ട്രംപിൻ്റെ നിലപാട് ശരിയാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരുടെ ജീവന് നഷ്ടം വരുന്നത് വരെ അങ്ങനെ ഡയറക്റ്റായിട്ട് ഖമേനിയെ ഇല്ലാതാക്കുവാൻ അമേരിക്ക ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് ഉള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കും, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താം. അതൊരു പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം പ്രത്യക്ഷമായി പൊളിറ്റിക്കലായി അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. അതായത് ഇങ്ങനെ ഒരു ഖമേനിയെ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ഇടപെട്ട് നേരിട്ട് വധിച്ചാൽ സ്വാഭാവികമായും, ഞാൻ ഇവിടെ മോഹൻ വർഗീസ് സാർ നേരത്തെ അത് പറഞ്ഞു, അവിടെയുള്ള തീവ്ര വിഭാഗങ്ങൾ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ്. അവിടുത്തെ ജനവിഭാഗങ്ങൾ ആ മൾട്ടി കൾച്ചറൽ പൊളിറ്റിയിൽ അവർ ഒരുമിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഒരുമിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പ്രത്യക്ഷമായ ഒരു നീക്കത്തിൽ പോകില്ല. പക്ഷേ അന്തിമമായി ഭരണം അട്ടിമറിക്കുവാൻ 2 കക്ഷികളും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.